ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇത് പത്തനംതിട്ടയിൽ വെച്ച് നടക്കുന്നതായ അണ്ടർ വാട്ടർ എന്നതായ ഒരു ഫെസ്റ്റിവൽ അവിടെ നടക്കുകയാണ്. അതിലാദ്യം ടിക്കറ്റ് 150 രൂപയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ ഫസ്റ്റ് കണ്ട് നീരാളിക്കകത്തൂടെ അകത്തോട്ട് കയറി. അതിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്ന ഒരു സെക്ഷനാണിത്. കുറേയേറെ ലവ് ബേർഡ്സുകളെ അവർ തുറന്നു വിട്ടിട്ടുണ്ട്. വലിയ ടെൻ്റ്, അതിനകത്ത് പിന്നെ ഇഗ്വാന, അങ്ങനെ പാരറ്റ്, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതായ ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് അതാ ആദ്യ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റ് അവിടെ ചേച്ചിമാരിപ്പുണ്ട്, തുറന്നു തരും. അതുവഴി നമ്മളിങ്ങനെ അടുത്ത ഇടത്തേക്ക് വരികയാണ്. ഇത് അവതാർ എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ ലെവൽ പോലെയാണ്. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റിൽ പൂക്കളും മറ്റു കാര്യങ്ങളും. ഇതിനകത്തൊക്കെ ഫോട്ടോ എടുക്കാനുള്ളതായ നല്ല അവസരങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ളിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇത് അടുത്ത ഒരു സെക്ഷനിലോട്ട് നമ്മൾ കയറുകയാണ്. ഓക്കെ, ഇവിടെയാണ് ശരി റൈറ്റ്, ഇവിടെയാണ് അവതാറിൻ്റെ സംഭവം ഇവിടെ ഉള്ളത്. ഉണ്ടോ, എല്ലാം ലൈറ്റിനകത്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കും അടിപൊളിയായിട്ട്. നമ്മളെ പഴയ കൂണുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ളതായ വർക്കുകളൊക്കെ നല്ല രസമാണ്. അത്യാവശ്യം കാണാനൊക്കെ കാഴ്ചയ്ക്ക് കൊള്ളാവുന്നുള്ള പരിപാടിയാണ്. നമുക്ക് 150 രൂപയ്ക്ക് ഉള്ള പരിപാടിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതിന് കുഴപ്പമില്ല. ഒത്തിരി പേര് വരുന്നുണ്ട്. ഓണസമയമല്ലേ, അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു കുറച്ച് സമയത്തേക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ വലിയ സംഭവം എന്നൊന്നും പറയാനായിട്ട് നമുക്ക് ഉള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ കുഴപ്പമില്ല. കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാം, കാറ്റ് കൊള്ളാം, AC കൊള്ളാം. ഇങ്ങനെ നടന്ന് തണുത്ത് ഇതൊക്കെ കണ്ട് പതിയെ മുമ്പോട്ട് പോവാം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. കാരണം കുറച്ച് ഈ ഭാഗം മാത്രം കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിതാ അവതാറിൻ്റെ അടുത്തിലോട്ട് ഇങ്ങനെ വരിക. പലതരത്തിലുള്ളതായി വെറൈറ്റികളായിട്ടുള്ള കുറേ ചെടികൾ, അങ്ങനെയുള്ള ഒരു വർക്കുകളൊക്കെ കൊള്ളാം. നല്ല ആർട്ട് വർക്കുകളാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റിലും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. ഇതാ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സ്പേസ് ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. കാഴ്ചയ്ക്കുള്ളത് ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീനുകളുടെ ആ ഒരു സെക്ഷനിലോട്ട് ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടി ഉള്ളത്. ഇതൊക്കെയാണ് കാണാനായിട്ടുള്ള കുറച്ച് കാര്യം. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സംഭവങ്ങളൊക്കെ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കാഴ്ചയ്ക്കൊക്കെ നമുക്കൊരു അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ മീനിൻ്റെ അണ്ടർ വാട്ടർ സെക്ഷനിലേക്ക് നമ്മളിങ്ങനെ കയറി. ആദ്യത്തെ നമ്മളെ എതിരേറ്റതാണ് ഈ മോൺസ്റ്റർ ഫിഷുകൾ. ഇഷ്ടംപോലെ കുറേ കിടപ്പുണ്ട് കേട്ടോ, ഒത്തിരി കിടപ്പുണ്ട്. നല്ല സൈസാണ്, അടിപൊളി സൈസ് മീനുകളാണ്. നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ കുറേ നാൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ്. അരാപ്പയ്മ ഒരുമിച്ചെല്ലാം കൂടി നിൽക്കുന്നത് നല്ല രസം, അത്യാവശ്യം അടിപൊളിയാണ്. ലൈറ്റിൻ്റെ ഒരു ഉള്ളത് കൊണ്ട് ക്ലിയർ ആകത്ത്, പക്ഷെ ബാക്കി ഓക്കെ. ഇതുണ്ടോ, ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്നാ മീനൊന്നും എനിക്കറിയത്തില്ല, പേരുകളൊന്നും എനിക്ക് എങ്ങനെ അറിയത്തില്ല. കുറച്ച് 1-2 പേരുകളൊക്കെ ഇത് കാണാൻ വേണ്ടി കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പുറകിൽ. അവർ അത് ഇന്ന മീനെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയല്ലേ, നല്ല രസമല്ലേ, നല്ല രസമാണ് കാണാനൊക്കെ, അടിപൊളി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി. നല്ല വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്. പക്ഷേ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റി.
അതായത് നമ്മളിനടുത്ത ഒരു സെക്ഷനിലോട്ട് കയറുക, ഇനി തലയ്ക്ക് മുകളിലോട്ടും ഒക്കെ ആയിട്ട് ആദ്യം എതിരേൽക്കുന്നതാണ് നല്ല അടിപൊളിയാണ് പാള. സൂപ്പറല്ലേ, അടിപൊളി. ഇത് കുറേ ഉണ്ട്, നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്, നല്ല സ്റ്റൈലും പരിപാടിയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഭാഗം കുറച്ചും വിട്ടുപോയി. വേറെ കുറേ സൈസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി, അല്ല സൂപ്പറല്ലേ നല്ല രസമാണ്. ഈ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എനിക്ക് തോന്നുന്നു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയാണ്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ഇതിൻ്റെ ചില മീനുകളുടെ കുറച്ച് സ്കിന്നൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. വളരെ മനോഹരം, നല്ല കാഴ്ച. ഇത് നമ്മൾ ആദ്യം കണ്ട ആരാപ്പമ്മയുടെ, അത് ഈ അണ്ടർ വാട്ടറിനകത്തോട്ട് നമ്മൾ കയറിയപ്പോഴത്തേക്കുള്ളതായ രംഗമായത്. രസമല്ലേ. അടിപൊളി, നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല സെറ്റപ്പായിട്ട് കിടക്കും. ഇത് നല്ല നല്ല ഉയരത്തിലാണ്, നല്ല ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അക്വേറിയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വലിയ ഗ്ലാസ്സിനകത്ത്. പിന്നെ ഇതേണ്ട നമ്മുടെ അലിഗേറ്റർ. അലിഗേറ്ററിൽ ഞാനിത് വല്ല വെറൈറ്റിയൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. കുറേ കളറൊക്കെ അങ്ങനെ ഡയറക്റ്റ് കാണുന്നത്, ബ്ലാക്കും അല്ലാത്തതൊക്കെ ആയിട്ട് വളരെ രസമുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഉണ്ടോ, ഇത് വേറെ സൈസ് മീൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാന്നുള്ള പേരിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഇതിനകത്ത് എന്തൊക്കെ മീൻ കിടപ്പുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മീനിൻ്റെ സെക്ഷനൊക്കെ തീരാറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫർണിച്ചർ ഐറ്റം, അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് എന്തുവാ, പിന്നെ പലതരത്തിലുള്ള ബിസിനസ് സാധനങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ടുള്ളത്. അതൊന്നും എടുക്കാൻ നിന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുകൾ ഞങ്ങൾ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.